ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹുസൈൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർഡർ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുക. അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടിക്കോളം ഇല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ സെക്യൂരിറ്റി, ബയോസിൻ്റെ സെക്യൂരിറ്റി നമുക്ക് നോക്കാനുള്ളതാണ്. അതേമാതിരി തന്നെ ഹാർഡ്സ്കിൻ്റെ ബൂട്ടിങ് അഥവാ സെക്യൂർ ബൂട്ട് ആൻഡ് UFA ആൻഡ് ലേഗസി ബൂട്ടിങ് അത് എന്താണെന്ന് നോക്കാനുള്ളതാണ്. കുറച്ച് ഫങ്ഷൻസുകൾ ഡിസേബിളിങ് എനേബിളും നമുക്ക് നോക്കാനുള്ളതാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പോകാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ. സെക്യൂരിറ്റി കാണുന്നത് എങ്ങനെ വെച്ചാൽ സെറ്റ് അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ സെറ്റ് ചെയ്തല്ല, നേരെ സെറ്റ് ചെയ്യുന്ന നമ്മള് 1 2 3 അടിക്കാൻ പോകുന്നു. 1 2 3 പിന്നെ കൺഫേം ഒന്നുകൂടി ന്യൂ പാസ്വേഡ്, ഒന്നുകൂടി പാസ്വേഡ് അടിക്കാൻ എൻ്റർ ചെയ്തിട്ട് 1 2 3 എൻ്റർ ചെയ്ത് സേവ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? F10 അടിച്ചിട്ട് സേവ് ആയിട്ട് പിന്നെ ബയോസിൽ കയറുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കുക 1 2 ഓക്കെ. ഇത് ലിനോക്ക് വരുന്ന സമയത്ത് നമ്മൾ ലോക്ക് ആകാം. മെയിന് ലിനോവോ അല്ലാത്ത സാധനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ബയോസ് ചിലതിലെങ്ങനെ വെച്ചാൽ നേരെ IOയിലാണ് കാരണം, ചിലപ്പം അതല്ലെങ്കിൽ മെയിലാണ് കാരണം. അത് ബയോസ് റീപ്രോഗ്രാം ചെയ്താൽ സാധനം സെറ്റ് ആവും. അതല്ല എന്നെങ്കിൽ ബയോസ് റീപ്രോഗ്രാം ചെയ്യണ മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കുറച്ച് ജമ്പറുകൾ ഉണ്ട്. ആ ജമ്പർ റീസെറ്റ് ചെയ്താൽ തന്നെ സാധനം സെറ്റ് ആവും. ബോർഡിലുണ്ട് ജമ്പർ, ആ സാധനം പാസ്വേഡ് പോകും. ഓക്കെ. അപ്പൊ ആ ഒരു റേഞ്ചിൽ ആ സംഭവം സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. ശ്രദ്ധിച്ചാൽ മെയിൻ മാത്രം. അതല്ല എന്നുണ്ടെങ്കിൽ IO റീപ്രോഗ്രാം ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മെയിൻ ബയോസ് റീപ്രോഗ്രാം ചെയ്താൽ തന്നെ സാധനം സെറ്റ് ആവും. അതിന്റെ കോൺഫിഡൻസ് നമ്മളെടുത്ത് വേണം. ബയോസ് റീപ്രോഗ്രാം ചെയ്യാന്ന് സിമ്പിൾ മെത്തേഡ് ആണ്. പക്ഷെ നമ്മൾ ആ പഴയ ബയോസ് നമ്മളെ ആൻഡ്ലോഡ് വെച്ചിട്ടാണ് നമ്മൾ വേറെ പുതിയ ബയോസ് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പൊ ആ സാധനം സെറ്റ് ആവും. പിന്നെ കസ്റ്റമറോട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെക്യൂരിറ്റി പറയുന്നത് ബുദ്ധിയാണ്. അത് നിങ്ങൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാൻ പറയുമ്പോ ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ചെയ്യുമ്പോ കുറച്ച് കൈയും കാലും വിറക്കും. പിന്നെ ബയോസ് നമുക്ക് എന്താ പറ്റുക? ബയോസ് കണ്ടുപിടിക്കാനുള്ള കുറെ മെത്തേഡുകൾ ഉണ്ട്. അത് ഞാൻ പിന്നെ സാധനം തരണ്ട്. ഇപ്പൊ നമ്മൾ സോക്കറ്റ് വന്നോന്ന് ഡൗട്ട് ഉണ്ട്. ഏത് ഫംഗ്ഷന്റെ കീഴിൽ വന്നോന്ന് ഡൗട്ട്. സെക്യൂർ ബൂട്ട് ഇല്ല. അപ്പോ സെക്യൂരിറ്റി ഓക്കെ, സെക്യൂരിറ്റി ഓക്കെ അല്ലേ? പിന്നെ ഹാർഡ്സ്കിന്റെ പാസ്വേഡ് സെയിം തന്നെ, ഹാർഡ്സ്കിന്റെ പാസ്വേഡ്. പിന്നെ നമ്മള് ബൂട്ട് നമ്മൾ ഈ പറയുന്ന നേരത്തെ എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. അപ്പൊ ഇത് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മോഡിലേക്ക് പോകും? ലേഗസി മോഡിലേക്ക് പോകും. 2 മോഡലാണുള്ളത്, UFA ലേഗസി. അപ്പൊ ഈ ഡിസേബിൾ ചെയ്താല് ലേഗസി മോഡിലെ പിന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനേബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ UFA മോഡ് ഇതാവും. അപ്പൊ നമ്മളിവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ UFA മോഡ് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ട് ഈ മോഡ് ഡിസേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ UFA എടുക്കൂല. ഓക്കെ അല്ലേ? അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെക്യൂരിറ്റി UFAയും പിന്നെ ലേഗസിയിലാണെങ്കിൽ എപ്പോ നമ്മൾ കിടക്കുന്നത് ഇതിവിടെ കിടക്കുന്നത് ലേഗസി ആണെങ്കിൽ ലേഗസി ആണ് ആക്കി കൊടുത്താൽ മതി. ഇവിടെ താഴത്ത് കിടക്കുന്ന UFA ആണ് ലേഗസി ആക്കി കൊടുക്കുക. അഥവാ ബൂട്ട് പ്രയോറിറ്റി ഫസ്റ്റ് എന്നുള്ളതില്ല, അവിടെ ലേഗസി കൊടുക്കുക. ഇതിന്റെ മോഡ് ലേഗസി കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഇവിടെ ഈ സാധനം കാണുന്നില്ല. ഏത് ഇപ്പൊ ഈ കൊടുത്തോട് കൂടിയിട്ട് ഈ സാധനം എന്ത് ചെയ്ത് സെക്യൂർ ബൂട്ട് പോയി. ഓക്കെ, മനസ്സിലായില്ല? ഇനി നമ്മൾ കൊടുക്കുന്ന സമയത്ത് UFA ഇവിടെ ബൂട്ട് എനേബിള് ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാ? എനേബിൾ ചെയ്യാ. അപ്പൊ പിന്നെ ഇത് ഫസ്റ്റ് മോഡ് ബൂട്ട് UFA കിടക്കുന്ന USB ബൂട്ട് സാധനം സെറ്റ് ആണ്. ഐഡിയ കിട്ടുന്നുണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ? ഇത് ആകെ തുക നമുക്ക് മനസ്സിലാക്കേണ്ട എന്ന് കേൾക്കുമ്പോ UFA ആണ്. ഇത് UFA ഇത് എനേബിൾ എന്നുള്ള ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലേഗസി മോഡിലേക്ക് മാറി. ഇവിടെ ഡിസേബിൾ ചെയ്തു. പിന്നെ നമ്മൾ ബൂട്ട് പോയിട്ട് ലേഗസി, പിന്നെ സെക്കൻഡ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ലേഗസിക്ക് സെറ്റ് പണി കഴിഞ്ഞു. ഇത് ലേഗസി മോഡിലാണ് പോവുക. UFA മോഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടെ പോയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ പോയിട്ട് ഇവിടെ ഇത് UFA ഫസ്റ്റ് ആക്കുക, ഇവിടെ പോയിട്ട് UFA ആക്കുക, സെക്യൂരിറ്റി പോവുക, ഇവിടെ എനേബിൾ ചെയ്യുക.
ബസ്. ഇവിടെ എന്ത് വരണം ഈ ഒരു സെറ്റപ്പിൽ വരുന്ന സമയത്ത് നമ്മളെ ലാപ്ടോപ്പ് ഇപ്പൊ കംപ്ലൈന്റ് ചെക്കിംഗ് മീഡിയ എന്ന് എഴുതി കാണിച്ചതല്ലേ? ചെക്കിംഗ് മീഡിയ UEFIയിലാണ് ഒരാൾ ചെയ്തിരിക്കുന്ന OS എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഡീഫാൾട്ട് ആയിട്ട് ലെഗസിയിലേക്ക് മാറിക്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ എഴുതി കാണിച്ച സാധനം എഴുതി കാണിക്കാം. മനസ്സിലായല്ലേ? റൈറ്റ് അല്ലല്ലേ? ചെക്കിംഗ് മീഡിയ എന്ന് എഴുതി കാണിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ പോയിട്ട് ഈ ലെഗസി UEFI മാറിയിക്കണോ? ഇനിയിപ്പോ ഓൾറെഡി ഇതിൽ ലെഗസിയിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് UEFIയിലേക്ക് മാറ്റി കൊടുക്കുക, ലോഡ് ചെയ്ത് വെക്കുക, സാധനം സെറ്റ് ആയിട്ട് ലോഡ് ആവും. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്നുണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റം നമ്മൾ പോയിട്ട് നോക്കിയിട്ട് ഈ സെക്യൂർ ബൂട്ട് ആണോ, ഈ സോഴ്സ് ബൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൂഫസ് വെച്ചിട്ട് ചെയ്യുന്ന നമ്മളെ സോഫ്റ്റ്വെയർ അഥവാ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ സിസ്റ്റം ചെയ്യാൻ പോണു എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് GPT മാത്രം ഇടാൻ പാടുള്ളൂ. ഓക്കെ. അതേമാതിരി തന്നെ നമ്മളെ സിസ്റ്റത്തിൽ ലെഗസിയാണ് സപ്പോർട്ട് ചെയ്തത്, ലെഗസിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ MBRലായിരിക്കണം നമ്മൾ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കേണ്ടത്. ഈ രണ്ട് മെത്തേഡും നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ സിസ്റ്റം ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ബൂട്ടബിൾ പെൻഡ്രൈവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് നന്നായിട്ട് കെയർ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ട് അതില്? ക്ലിയർ ആണല്ലേ? പക്കയല്ലേ? അപ്പൊ ഞാൻ ഭാഗം ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലേ? പക്ക. പിന്നെ ഇത് എടുക്കുന്ന റീസെറ്റ് ആണ്. റീസെറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒന്ന് റീസെറ്റ് ചെയ്ത് പോവാം. എൻ്റർ അടിച്ചിട്ട് റീസെറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ആവും, റീസ്റ്റോർ ആവും. പിന്നെ താഴത്തും അതേമാതിരി റീസ്റ്റോർ ഫാക്ടറി റീസെറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ചെയ്യുമ്പോൾ നല്ല കെയർ ചെയ്യണം. അഡാപ്റ്റർ കാര്യങ്ങൾ പവറൊക്കെ കൊടുത്തിട്ടാണ് സാധനം ചെയ്യാൻ. സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പണി കിട്ടും. കറണ്ട് പോയാലും റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് കൊളാവും. ബാറ്ററി ഉണ്ടെങ്കിൽ സെറ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം നമ്മളിപ്പോ ചെയ്തോടത്തുള്ള കാര്യങ്ങൾ റീസെറ്റ് ചെയ്യാൻ പോകും. അഥവാ ബയോസിന്റെ ഡീഫാൾട്ട് റീസെറ്റിന് വേറെ ഹോട്ട് റീസെറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പണി കിട്ടും. ഇതിലിപ്പോ ആകെ ശ്രദ്ധിക്കേണ്ട, ഇതുവരെക്കും പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് ഇതിന്റെ ഇൻഫർമേഷൻ എന്താണെന്നുള്ള നമുക്ക് ഐഡിയ നോളജ് ഉണ്ടായാലാണ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ വയർലെസ് വാന്, പിന്നെ സാറ്റിന്റെ എമർജൻസി, അത് വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് കാര്യം. പിന്നെ ഇത് സെക്യൂരിറ്റി പോയി പാസ്വേഡ് നമുക്ക് കിട്ടണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ബാക്കി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് വെരി ഇമ്പോർട്ടന്റ്. മോഡിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് UEFI മോഡിലാണ് കാരണം ഉണ്ടാവുക. സെക്യൂർ ബൂട്ട് ഡിസേബിൾ ആണെങ്കിൽ ലെഗസി മോഡിലാണെന്നുള്ള മൈൻഡ് നിങ്ങൾ ഉണ്ടാവുക. ഇത് നമ്മൾ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ബൂട്ട് പോയിട്ടുണ്ടെങ്കിൽ ബൂട്ട് മോഡ് UEFI നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവിടെ ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ടിട്ടും കാര്യമില്ല, ഇവിടെ ലെഗസിയെ പോവും. അപ്പൊ അത് ജസ്റ്റ് ഓർഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറി സെറ്റ് ആയി കിട്ടും. ഇത് നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഇവിടെ എനേബിൾ അല്ല എടുക്കുന്നത്. ഇത് ഞാൻ ഇപ്പൊ ഡിസേബിൾ ചെയ്യാണ്, F9 പ്രസ് ചെയ്യാണ്. എന്താ സംഭവിക്കും നോക്കുക. എനേബിൾ ആയില്ലപ്പോ മനസ്സിലായോ? ഇത് ഡിസേബിൾ ആണ് എടുക്കുന്നത്. ഞാനിത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് F9 പ്രസ് ചെയ്യുന്നത്. അപ്പൊ നേരെ പോകുന്ന സമയത്ത് ഇത് എനേബിൾ ആണ്. മറിച്ച് ഇതെന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ, സിമോസ് ബാറ്ററി ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഗസിയിലാണ് ഒരാൾ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സിമോസ് ബാറ്ററി റീസെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഫാൾട്ട് UEFIയിലേക്ക് മാറും. മനസ്സിലായോ? ഇതാണ് നമ്മളെ കംപ്ലൈന്റ് വരിക. ഓക്കെ അല്ലല്ലേ? അപ്പൊ ബാറ്ററി സിമോസ് ബാറ്ററി റീസെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ റീസെറ്റ് അടിച്ച F9 കണ്ടില്ലേ, ലോഡ് ഡീഫാൾട്ട് അടിച്ച്. അപ്പൊ റീസെറ്റിലേക്ക് മാറുന്ന സമയത്ത് ലെഗസിയിലാണ് ഒരാൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം. UEFIക്ക് സിസ്റ്റം കമ്പനി UEFIയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ബേസിക്സ് ഡീഫാൾട്ട് എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഇനി ഇതന്നെ നേരെ ഉൾട്ടാവും, ലെഗസിയിലാണ് ഡീഫാൾട്ട് എടുക്കുന്ന നോട്ടിക്കോളിയും, ഇത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന UEFIയിലാണ് നോട്ടിക്കോളിയും. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നേരെ അതിലേക്ക് ലെഗസിക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ആകെ ഇമ്പോർട്ടന്റ് വരി ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ലെഗസി UEFI മനസ്സിലാക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ലെഗസിയിലേക്ക് എടുക്കുന്നത് UEFIയിലേക്ക് എടുക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ, പണി കഴിഞ്ഞു. അപ്പൊ വോയിസ് ലോഡ് ആവാതെ ഇരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഐഡിയ കിട്ടലാണ്. അപ്പൊ ഇത് രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഏത് ലാപ്ടോപ്പിലും ഇതേമാതിരി കുറച്ച് കാര്യങ്ങൾ ഉണ്ടായാലും ഈ ഇൻഫർമേഷന് നമുക്ക് ആ സോഴ്സ് ബൂട്ട്, അതേമാതിരി ലെഗസി, UEFI, CSM,
അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് ഐഡിയ കിട്ടിയാൽ മതി. പിന്നെ ഇതിൽ വരുന്നത് എങ്ങനെ വെച്ചാല് മോഡ് വരുന്ന ഇത് നമുക്ക് PX ഇതൊന്നും ലാൻഡ് ഡിസേബിളിംഗ് എനേബിൾ ലാൻ ഇല്ലേ, ഇത് ലാന് നമുക്ക് ബൂട്ടിങ് ലാന് സ്റ്റാർട്ടിങ്ങിലെ ബൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ലാന് എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യുന്നുണ്ടോ ആ ഭാഗം നമ്മൾ USB പോർട്ട് USB ബൂട്ടില്ലേ അത് ഡിസേബിൾ ആക്കുക എനേബിൾ ആക്കുക ഇമ്പോർട്ടന്റ് ഇല്ല അതൊന്നും. ഇത് കഴിയുമ്പോൾ IP4 എനേബിൾ ചെയ്യാന്നുള്ള വേറൊന്നുമില്ല. എമർജൻസി കേസിൽ ഇതിലെങ്ങനെയാ വെച്ചാൽ നെറ്റ്വർക്കിന്റെ ഡെസിമൽ വരുന്നതാണ് എക്സ വരുന്നതാണ് മാത്രം. അഥവാ IP4 എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിജിറ്റ് ഡെസിമലാ വരിക. ഇത് വരുന്ന സമയത്ത് ഡെസിമലാ വരിക. അഥവാ അതിൽ നമ്പർ ഉണ്ടാവും ലെറ്ററും ഉണ്ടാവും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൽ IP4 വരുന്ന നമ്മള് 1 to 10 വരെ എന്താണ് 1 to 9 വരെ ഡെസിമലാ വരിക. ഓക്കെ അല്ലേ? പിന്നെ 1 to 1 2 3 4 5 6 7 8 9 ABCDEF വരെ വരെ അത് വരുന്നത് എങ്ങനെ വെച്ചാൽ ഹെക്സാഡെസിമൽ. അഥവാ ഈ നമ്പറും A1 B2 അല്ലെങ്കിൽ A3 അങ്ങനത്തെ കോഡാണ് വരിക. തയ്യാത്ത കൊണ്ടാണ് ഹെക്സാഡെസിമൽ ചേർത്തിക്കുന്നത് ഇപ്പോ എക്സ. അപ്പോ ഇത് നമ്പർ എഴുതിയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടാത്തോണ്ട് നമുക്ക് F വരെ കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യണം. കണ്ടില്ലേ? ബൈനറി എന്ന് പറഞ്ഞാൽ ബൈനറി എന്നാണ് അറിയില്ല 10 ബൈനറി ആണെങ്കിൽ 10 ഡെസിമൽ ആണെങ്കിൽ 1 to 9 ഹെക്സാഡെസിമൽ ആണെങ്കിൽ 1 to ABCDEF ഈ നമ്പറും കൂടെ ആഡ് ചെയ്യും. അത് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുക. അപ്പൊ F വരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബയോസിന്റെ ഉള്ളിൽ മറ്റേ നമ്മളെ എഡിറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും സെറ്റായിട്ട്. എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബൈനറി എന്താന്ന് മനസ്സിലാവണം, ഡെസിമൽ എന്താന്ന് മനസ്സിലാവണം, ഡെസിമൽ എന്താന്ന് മനസ്സിലായവർക്കാണ് ആ സാധനം എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാൽക്കുലേഷൻ അങ്ങനെ വരുന്നത്. USB പോർട്ട് ഡിസേബിൾ ചെയ്യാന്നുള്ള USB ബൂട്ടാണ് ഡിസേബിൾ ചെയ്യുന്നത്. അതേമാതിരി തന്നെ പോർട്ട് ഡിസേബിൾ ചെയ്യാം, ഓഡിയോ ഡിസേബിൾ ചെയ്യാം, എല്ലാ ഫംഗ്ഷനും ഡിസേബിൾ ചെയ്യാനുള്ള സാധനം ഇതിലുണ്ടാവും. അത് ഈ ലാപ്ടോപ്പിൽ ഇല്ല. അതെ അതെ മൊത്തത്തിൽ അല്ല ഇതിപ്പോ എന്താ ആ വള്ളി പർപ്പസ് മാത്രമാണ് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ സാധനം വെച്ചാല് മൊത്തത്തിൽ ഡിസേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ഷൻ പിടിക്കല്ല, എവിടെ പോയാൽ കിട്ടും? നമ്മള് ഡെപ്ത് നോളജ് ആണെങ്കിൽ എക്സി പോയിട്ട് ഡിസേബിൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓഡിയോ ഡിസേബിൾ ചെയ്യുക, എല്ലാ പരിപാടിയും എനേബിളും ഡിസേബിളും നമ്മൾ എക്സൽ അത്രയും ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. കളിച്ച് അവനാന്റെ ലാപ്ടോപ്പ് അത് വെച്ചിട്ട് കളിച്ച് സെറ്റ് ആക്കാൻ പറ്റും. അതിന്റെ ആ സാധനങ്ങൾ എന്ത് ചെയ്യാ, ആ ഭാഗങ്ങൾ ഇപ്പൊ എക്സൽ എടുക്കുന്ന വെച്ചാല് ഇപ്പൊ 128 MB ആണ് കൂട്ടിക്കൊള്ളി. അത് ബൈറ്റിലാണ് കാരണം ഉണ്ടാവുക മാത്രം. അതിന്റെ ഫുള്ളി ആ ബൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബൈറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 128 തന്നെ ആ സാധനം കറക്റ്റ് ആയിട്ട് ആ ബൈറ്റിൽ അവിടെ എടുക്കണം. എത്ര ബൈറ്റ് ആണ് കൊടുത്തത് ആ ബൈറ്റ് അവിടെ എടുക്കണം. പക്ഷെ ആ ഒരു കണ്ടന്റ് എന്ത് ചെയ്യാ, നമുക്ക് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? 0 ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതിൽ കൊടുത്ത അളവുണ്ട്, ടോട്ടലി അളവ് അവിടെ തന്നെ കറക്റ്റ് കിട്ടണം. പക്ഷെ അതിന്റെ വാല്യൂകൾ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്തിട്ട് അവിട്ടൊന്നും ആ സാധനം ഓൺ ആവൂല. 1ഉം 0 അല്ലേ? 1 ആണെന്നുണ്ടെങ്കിൽ ഓൺ ആവും, 0 ആണെങ്കിൽ ഓഫ് ആവും. അപ്പൊ ആ റേഞ്ചിൽ ഓഫിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഏത് സെക്ഷനിലാണ് കണ്ടുപിടിക്കണം, കുറച്ച് പാടുണ്ടാവും. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ബിറ്റ് അല്ല, ഒരു ബിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ 1ഉം 0 അല്ലേ? അങ്ങനത്തെ ബിറ്റ് കിട്ടി. 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ്. 1024 ഒരു KB, 1024 ഒരു MB. അപ്പൊ നമ്മളെ കാൽക്കുലേഷൻ മൊത്തം ഉണ്ടായാല് ബൈറ്റിലാണ് കാരം ഉണ്ടാവുക. എക്സിൽ പോണ സമയത്ത് ബൈറ്റ് റിലേറ്റഡ് ആണ് കാരം. അപ്പൊ 8 ബിറ്റ് അല്ല, ഒരു
ബൈറ്റ് 8 ബിറ്റാണ് ഒരു ബൈറ്റ്. അപ്പൊ ബൈറ്റ് കാൽക്കുലേഷൻ ആക്കാൻ നമ്മൾ മൊത്തം ഉണ്ടാവുക. ഇതും കാര്യങ്ങളും ഓക്കെ ലെക്സ അല്ല ഓക്കെ അല്ലല്ലേ. അപ്പൊ ബോർഡ് മോഡ് നിങ്ങൾക്ക് ഓക്കെ, USB ബൂട്ട് ഓക്കെ, പിന്നെ PXE ബൂട്ട് ലാന് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാം, IP4 എന്ത് ചെയ്യാൻ പറ്റും, എനേബിൾ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ. പിന്നെ എക്സിറ്റ് ആണെങ്കിൽ എക്സിറ്റ് സേവ് ചേഞ്ച് അത് അടിച്ചിട്ടുണ്ടെങ്കിൽ സേവ് ആണ്, എക്സിറ്റ് ആവും. പിന്നെ അതിന്റെ അടിയിൽ താഴ്ത്ത് കൊടുക്കണ്ടേ ഇത് ചേഞ്ച് ചെയ്യണ്ടെന്നുള്ള ഓപ്ഷന്. അതിന്റെ അടി കിടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അത് ഒരേമാതിരി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലാണ് ഉള്ളത്. പിന്നെ സേവ് ചേഞ്ചിന് സെപ്പറേറ്റ് വരും. ഇതൊക്കെ പാടെ ഒന്നെ മതി. പിന്നെ ലോഡ് ഡീഫാൾട്ട് നമ്മളെ F9ന്റെ കറക്റ്റ് വാല്യൂ. പിന്നെ ഇതിൽ എടുക്കുന്നത് ഒപ്റ്റിമൈസ്ഡ് ഡീഫാൾട്ട് വോയിസ്. അപ്പൊ ഇതിൽ വിൻഡോസ് ഇത് എനേബിൾ ആക്കി എടുക്കുന്നത്. ഇതിൽ എങ്ങനെയാ വെച്ചാൽ ഈ സാധനം ഓൺ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യും, ഇതിൽ എന്താണോ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലോഡ് ഇതിൽ ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് ഇതിൽ ഇവിടെ എഴുതി കാണിക്കും. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ ഇത് ലോഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് എഴുതി കാണിക്കാത്തത്. ഓക്കെ അല്ലല്ലേ, ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത് ബേസ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, ചെയ്യാൻ പറ്റും. അപ്പൊ ബയോസിന്റെ സെറ്റപ്പ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്. ഇത് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഐഡിയ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ കയറിപ്പോയി ചെയ്തു. ഇത് നമ്മൾ അനുഭവിക്കുന്ന വിഷയം വരും, അപ്പോഴാണ് കാര്യങ്ങൾ കുടുങ്ങുക. അപ്പൊ ആകെ തുക നമുക്ക് കിട്ടേണ്ട ഇതിന്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഇൻഫർമേഷൻ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഈ കോൺഫിഗറേഷൻ പോയിട്ടുണ്ടെങ്കിൽ വയർലെസ് ലാൻ ഓഫ് ആണ് നോക്കുക, അഥവാ കസ്റ്റമറെ ലാപ്ടോപ്പിൽ നെറ്റ് കിട്ടുന്നില്ല എന്നാ പറയാ. അപ്പൊ അത് മിസ്സിംഗ് ആവാനുള്ള കുറെ കീബോർഡിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമ്പർ 2 ഹാർഡ് ഡിസ്ക് ലോഡ് ആകുന്നില്ല എന്ന് പറയും, അത് മാറിക്കിടന്നാൽ ലോഡ് ആവില്ല. നമ്പർ പിന്നെ പവർ, പിന്നെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെക്യൂരിറ്റിയിൽ നമ്മൾ പാസ്വേഡ്, പിന്നെ സോഴ്സ് ബൂട്ട്, പിന്നെ വരുന്നത് ബൂട്ടിന്റെ കാര്യങ്ങൾ മോഡ് മാറ്റി കൊടുക്കുക ഫസ്റ്റും സെക്കൻഡും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഞാൻ ബയോസിന്റെ ക്ലാസ് ഞാൻ ഇപ്പൊ ലെങ്തി ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ്, കറക്റ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റിന്റെ വീഡിയോ ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കാണുന്ന സമയത്ത് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് 1 2 ഒരു ഓർഡർ ആക്കി നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.